കാടിൻ്റെ നടുവിലൂടെയുള്ള റോട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ആ തണുത്ത കാറ്റും ആ ഒരു ക്ലൈമറ്റും കാടിൻ്റേതായ എല്ലാ ശബ്ദങ്ങളും അതൊക്കെ കേട്ട് നമ്മൾ നമ്മുടെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മോനെ അത് നെക്സ്റ്റ് ലെവലാണ്. അത് പോയവർക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു ഫീൽ എന്താണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആതിര വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പ്രകൃതി ഗ്രാമത്തിലേക്കാണ് കേട്ടോ. കപ്പിൾസിനായിക്കോട്ടെ ഫാമിലിക്കായിക്കോട്ടെ ഒരുപോലെ ഫ്രീഡം കിട്ടുന്ന, ഒരുപാട് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാംദാസ്. ഇത് യാത്രകളെക്കുറിച്ചും അതുപോലെ തന്നെ യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള ചെറിയ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുഞ്ഞു ചാനലാണ്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ആ സബ്സ്ക്രൈബർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അതിനുള്ള കാരണം നിങ്ങളാണ് കേട്ടോ, നിങ്ങൾ മാത്രമാണ്. നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ദാ 1K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയിരിക്കുകയാണ്. അത് ആ ഒരു സന്തോഷം എനിക്ക് തന്നത് നിങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദി. കട്ടയ്ക്ക് കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുത്തെ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. കോവിഡിൻ്റേതായ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ അത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ഡോസ് വാക്സിനെങ്കിലും എടുക്കണം. അത് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കുകയും വേണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആ മെയിൻ കവാടത്തിൻ്റെ മുകളിലേക്കുള്ള ആ വഴിയാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നോട്ടെ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് വന്നോട്ടെ, നമ്മൾ താഴെയുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി മുകളിൽ കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല സ്ഥലം. ഒരു ഏറുമാടത്തിൻ്റേതായ എല്ലാവിധ ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഭയങ്കര പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഏഴാറ്റുമുഖം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് എല്ലാ ഭാഗങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ മുകളിലെ ആ ഒരു വ്യൂവും ആ ഒരു ഏറുമാടത്തിൻ്റെതായ ഫീലൊക്കെ കൊണ്ട് നമ്മൾ താഴെ വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെ മെമ്മറീസ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ച് DSLR ഒക്കെ വെച്ച് ഒരു ചെറിയ സംഭവം കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ നല്ല മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്ത് നല്ലൊരു എഡിറ്റൊക്കെ ചെയ്ത് അവർ നല്ല സൂപ്പറായിട്ടൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ തരും. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ കാണാം. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ ഏറുമാടവും ഇവിടെ തന്നെ കാണാം. അതും അടിപൊളിയാണ് കേട്ടോ. നമുക്കതിന് മുകളിൽ കയറാൻ പറ്റില്ല, പക്ഷേ സൂപ്പറാണ്. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ കിട്ടുന്ന ഒരു സ്ഥലം. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, സ്നാക്സ് ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം. ഇനി നമുക്ക് ഇവിടുത്തെ സൂപ്പർവൈസറെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ഈ സ്ഥലത്തിൻ്റെ ചെറിയൊരു ബ്രീഫ് നിങ്ങൾക്ക് തരും. സാറിൻ്റെ പേരൊന്ന് പറയുമോ? എൻ്റെ പേര് അരുൺ. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള പ്രകൃതി രമണീയമായ പ്രകൃതി ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. പ്രകൃതി ഗ്രാമത്തിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ അവിടെ മെയിനായിട്ട് നമ്മുടെ പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ചിട്ട് വേണം ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തൊരു 14 ദിവസം കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ RT-PCR എടുത്തതിന് ശേഷം 72 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ കൊറോണ വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ എൻട്രി ഉള്ളത്. പിന്നെ എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ അഡൽറ്റിന് 20 രൂപ വരും, ചൈൽഡിന് 10 രൂപ വരും. പിന്നെ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ഫീ കൊടുക്കണം, പാർക്കിംഗ് ഫീ ഉണ്ടാവും. അതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ അവരുടെ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി IP സാധനങ്ങളാണ് അവരുടെ സ്ഥലത്ത് കയറി വരുമ്പോൾ തന്നെ അവർക്കൊരു വെൽക്കം ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ 2 വീലേഴ്സിന് വേറെ പാർക്കിംഗ് ഏരിയ, കാറിന് വേറെ പാർക്കിംഗ് ഏരിയ. പിന്നെ അത് കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളുടെ തന്നെയാണ്, ഫുള്ളി സാനിറ്റൈസ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അവർ നമ്മൾ റെഡിയാക്കി തരും. ഉച്ചയ്ക്ക് ശേഷം ബിരിയാണി, ലഞ്ച്
ഇപ്പോൾ കൊറോണയ്ക്ക് മുന്നേ നമ്മൾ പാഴ്സൽ മാത്രം സർവീസസ് ഉള്ളായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിവിധ ഐസ്ക്രീമുകൾ, സ്നാക്സ്, ടീ, പിന്നെ ഏത് ടൈപ്പ് ഓഫ് ഫുഡ് പറഞ്ഞാലും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഹാൻഡിക്യാപ്പിന് ഒരു ബാത്റൂംസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജെൻസിനായാലും ലേഡീസിനായാലും മാറിയുള്ള ബാത്റൂംസ് സെറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു കിഡ്സ് സോൺ ഇതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള കിഡ്സ് സോൺ അല്ല, എങ്കിലും ആ പുഴയുടെ തീരത്ത് തന്നെ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു കിഡ്സ് സോൺ കൂടിയാണ്. പിന്നെ ഇത്ര സൈഡിൽ ഫിഷ് സൗകര്യം അറേഞ്ച് ചെയ്യുന്നത്. ഫിഷ് എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മളുടെ കാലിൽ തന്നെ ഉള്ള ഈ ഡെഡ് സ്കിൻസിനെ തിന്നുന്ന ഒരു ഫിഷ് എന്ന് പറയുന്ന മീനാണ്. അത് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇതിന് തുമ്പൂർമുഴിക്കും ഏഴാറ്റുമുഖത്തിനും ഇടയ്ക്കുള്ള ഈ പാലത്തിൽ നിന്ന് ഈ പുഴയുടെ വ്യൂ, അതുപോലെ ഡാമിൻ്റെ നല്ല അടുത്തുള്ള ഒരു വ്യൂ കിട്ടുന്ന പ്രത്യേകത. പിന്നെ നമ്മൾ അപ്പുറത്തെ ഡാമിലേക്ക് പോകുമ്പോഴും ഡാമിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മളെ എറണാകുളം ഡിസ്ട്രിക്റ്റാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫീ അവർ വാങ്ങിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ഫീസ് അവിടെ വാങ്ങിക്കുന്നു. അപ്പോൾ അവിടുന്ന് വരുന്ന ജസ്റ്റ് ഇപ്പുറത്തേക്ക് വന്നാൽ നമ്മൾ ഏഴാറ്റുമുഖത്തിന്റെ ചാർജ് ആവും. അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ചാർജ് ചെയ്യാറ്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, നല്ല തിരക്കുള്ള സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ടൂറിസ്റ്റുകൾ വരുന്ന വലിയ കംപ്ലൈൻസ് ഒന്നുമില്ല പഴയതുപോലെ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം കൂടിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ. പിന്നെ ചോദിക്കാൻ സാർ, ഇവിടെ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ അടുത്ത? നമ്മളുടെ ഈ പുഴയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു ഉത്തരവാണല്ലോ. ഈ വെള്ളം ഏത് സമയത്ത് കൂടുന്നു അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ അങ്ങനെ ആരും ഇപ്പൊ അനുവദിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഇതില് നമ്മൾ ലൈഫ് ഗാർഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈഫ് ഗാർഡ്സുകാരുടെ സേവനം അവിടെ മസ്റ്റായിട്ടും കിട്ടും. സെക്യൂരിറ്റിയാണ്. ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങരുതെന്ന്. രീതിയിലുള്ള ഒരു അപകടം ഇങ്ങനെ ഇപ്പൊ സംഭവിച്ചിട്ടില്ല. നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകാവുന്ന അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഗാർഡ്സ് ഉണ്ട്, നമ്മളുടെ ലൈഫ് ഗാർഡ്സ്. അപ്പൊ അവര് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്, ഇന്ന സ്ഥലത്തേക്ക്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ കേൾക്കാതെ മുന്നിലേക്ക് പോയി അപകടം വരാനുള്ള ചാൻസുകൾ ഉണ്ടാകും. ഇപ്പൊ വെള്ളം ഇതുപോലെ കൂടുന്നതുകൊണ്ട് നമ്മൾ ആ സൈഡ് ക്ലോസ് കിട്ടിയത്. ഏകദേശം 1-ാം തീയതി കൂടി കഴിയുമ്പോഴത്തെ നമ്മൾ ഓപ്പൺ ആവും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് വരെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണി പകുതി കുറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് ചാളമാക്കി കുളമാക്കുന്നില്ല. നിങ്ങൾ ആ പ്രകൃതി ഭംഗിയൊക്കെ ശരിക്കിരുന്ന് ആസ്വദിച്ചോ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിൻസിനൊക്കെ കൊണ്ട് ഞാൻ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ പാറകളുടെ ഇടയിൽ കൂടെയൊക്കെ ഒരുപാട് നടന്ന് ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരെയും കുളിക്കാനൊന്നും അനുവദിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം വന്ന് കയറിയായിരുന്നു. അതിരപ്പള്ളിയിലൊക്കെ കര കവിഞ്ഞൊഴുകുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. കാണാത്തവർക്കാണെങ്കിൽ കയറി കാണാം കേട്ടോ. ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തപ്പോൾ മൂക്കൊഴിച്ച് ബാക്കി എല്ലാം കുത്തി ഞാനൊരു വീഴ്ച വീണു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളി വന്ന് കയറിയിട്ട് പൂണ്ടുപോയി എൻ്റെ കാല്. ഞാൻ അറിഞ്ഞില്ല, ചതുപ്പ് പോലെ കിടക്കുമായിരുന്നു. നേരെ പോയി വീണു. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ. ഒരു കാരണവശാലും അവരുടെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ വെള്ളത്തിൽ ഇറങ്ങാനോ അങ്ങനെ ഇറങ്ങി കുളിക്കാനോ ഒന്നും പാടില്ല. കാരണം ഇവിടെ എപ്പോഴാണ് വെള്ളം വന്ന് കയറുന്നതിന് പറയാൻ പറ്റില്ല. ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്ലേസാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക കേട്ടോ. എൻ്റെ മോനെ, ഈ ഒരു കാഴ്ച അവിടെ നിന്ന് നമ്മളെ നിർത്തി കുഴിച്ചിട്ട് പോലെ നിന്ന് നമ്മൾ കാണും. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ വെള്ളം വീണ് കാണാൻ. എൻ്റെ പൊന്നോ,
ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മരം എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമാണ് കേട്ടോ, ഒരു അജാനബാഹു. എന്നെ പോലത്തെ ഒരു 3-4 പേരെങ്കിലും വട്ടം പിടിച്ചാലേ ഈ സാധനം എത്തുള്ളൂ. നിങ്ങൾക്കിത് ആ സൈഡിൽ നിൽക്കുന്ന ചേട്ടനെ വെച്ച് കമ്പയർ ചെയ്ത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെ പാർക്കിലേക്കാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഒരു വഴി കൂടെ നമ്മൾ നേരെ ചെന്ന് കഴിയുമ്പോൾ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ലേഡീസ് ടോയ്ലറ്റ് ആണ് കേട്ടോ. എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അധികം നേരമൊന്നും ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നല്ല ഇടി കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ട് വേഗം പോയി അവിടെ നിന്ന്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാർക്ക് തന്നെയാണ് ഇവരോട് സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര നല്ല ഭംഗിയാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഏറുമാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ആ 2018 ആ മലവെള്ള പാച്ചിലിൽ അതിൽ കയറുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ റിന്യൂ ചെയ്തിട്ടില്ല. ചെറിയൊരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അടച്ചിട്ടേക്കാണ്. പക്ഷേ ഈ ഒരു പാർക്ക് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ സൂക്ഷിക്കണം, കുട്ടികളെ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നല്ല വലിയ ഒരു ആഴമുള്ളൊരു കനാലുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എൻ്റെ മോനെ കിട്ടൂ എന്ന് പറഞ്ഞാൽ കിട്ടും, വേറെ ലെവലാണ് കേട്ടോ. മോളിക്കൂടെ തന്നെ തൂക്കുപാലമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കാണാം. ഒരുപാട് ലവേഴ്സൊക്കെ വരുന്ന ഒരു സ്ഥലമുണ്ട്. കപ്പിൾസിനൊക്കെ ഒരുപാട് ഫ്രീഡം കിട്ടുന്ന ഒരു സ്ഥലമാണ്. താഴെ നിന്നുള്ള ഈ ഒരു കാഴ്ചയൊക്കെ കൺകുളിർക്ക് കണ്ട ശേഷം ഇനി നമ്മൾ നേരെ മുകളിലേക്ക്, അതായത് തൂക്കുപാലത്തിലേക്ക് കയറാൻ പോകണം. ആ കയറുന്നതിന് മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു കാരണവശാലും ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഓടാനോ ചാടാനോ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും പാലത്തിൻ്റെ കൈവരികളിൽ പിടിച്ച് കുലുക്കാനോ അതുപോലെ തന്നെ ആട്ടാനോ ഒന്നും പാടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൈവരിയിൽ കയറി ഇരിക്കരുത്, കാരണം ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾ കയറി ഇരുന്ന് താഴെ ഇങ്ങനെ വീട് പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ തീരും. കാരണം താഴെ നിറയെ പാറകളാണ്, രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ആരും ചെയ്യാതിരിക്കുക. ഒരു കാരണവശാലും പിന്നെ കൂട്ടമായിട്ട് നിൽക്കരുത്, കാരണം എല്ലാവരും അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. ഒരു കാരണവശാലും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഉണ്ടാക്കരുത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷണം പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ വേസ്റ്റുകളൊന്നും പാലത്തിൽ ഉപേക്ഷിക്കാനോ താഴേക്ക് വലിച്ചെറിയാനോ പാടില്ല. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പയ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കാരണവശാലും 2 വീലേഴ്സും കൊണ്ട് ഈ പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല. അത് സൈക്കിളായിക്കോട്ടെ, ഒന്നും തന്നെ അവർ കയറ്റി വിടുന്നതല്ല. അവരെ കണ്ണ് വെട്ടിച്ച് കയറിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിനൊന്നും ആരും മുതിരാതിരിക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ച്ചാൽ മതി. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള 2 സൈഡിലെ വ്യൂ എൻ്റെ പൊന്നെ വേറെ ലെവലാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് തുടങ്ങി ഇപ്പുറത്തെ സൈഡ് വരെ വലിച്ചു പിടിച്ചൊന്ന് നടന്നാലോ? ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നറിയോ? ഈ പാലത്തിൻ്റെ ഒരു സൈഡ് തൃശ്ശൂരും മറു സൈഡ് എറണാകുളമാണ്. പൊളിച്ചില്ലേ? അപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ കണ്ണിറച്ച് കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയത് ഇവിടുത്തെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. വിശന്ന് കണ്ണ് തള്ളിപ്പോയി. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ആ ഫുഡ് കോർട്ടൊക്കെ കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, പ്രകൃതിയോടെ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. നല്ലൊരു കിട്ടിലം ബീഫ് ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. വിശന്നുകൊണ്ടാണോ എന്നറിയില്ല, വയറ് നിറച്ച് നല്ല മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചു ഞാൻ. ഹലോ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ 1K ആയതിന് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്താ പറയുക, ഞാൻ തുടങ്ങിയ ടൈമിൽ 0 to 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന വരെ എനിക്ക് എന്താ പറയുക, എനിക്ക്
ഇതൊക്കെ ആവുമോ എന്നുള്ളൊരു ഇതൊക്കെയായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ട്. ഇതൊന്നും ചെയ്തത് ശരിയാവില്ലടാ, നിനക്കൊന്നും പറ്റി പണിയല്ലടാ എന്നൊക്കെ പറയണ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ തിരിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നല്ലതാടാ, ഒരു അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ കാണാറുണ്ട്, കൊള്ളാം, പഴയ പോലെ നല്ല ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, വീഡിയോഗ്രാഫി ആയാലും എന്തോ എടുക്കുന്ന ഷോട്ടുകളായാലും എല്ലാം അടിപൊളിയാണെന്ന് പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. ആ ഒരു സന്തോഷം എനിക്ക് തന്നത് നിങ്ങളാണ് കേട്ടോ, നിങ്ങൾ മാത്രമാണ്. അതിനെങ്ങനെയാണ് എനിക്ക് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഗിംബലൊക്കെ വാങ്ങി തന്ന എൻ്റെ ബ്രദറാണ്, അവനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത ഒരു യാത്രാ വിശേഷങ്ങളോ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ തൽക്കാലം വിട പറയാണ്. സൈനിങ് ഓഫ്, രാംദാസ്.